ദൈവത്തിന് സ്തോത്രം. ഒരു സന്ധ്യായാമം കൂടി നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കിയ ദൈവത്തിൻ്റെ വൻകൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഏകദേശം അരമണിക്കൂറോളം താമസിച്ചാണ് ഞങ്ങൾ ലൈവിൽ തുടങ്ങാനിടയായി തീർന്നത്. ഇത് എൻ്റെ കേൾവിക്കാർ ഞങ്ങൾ ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളോട് സംസാരിച്ച വചനങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീർന്നു, വിടുതലായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. അനേകം പേർക്കത് അനുഗ്രഹമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിൽ നിന്നുള്ള റെസ്പോൺസ് ഞങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് ഞങ്ങൾക്കത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ദുരുപദേശങ്ങൾക്കെതിരെ ശക്തമായി നിലകൊള്ളുവാൻ ഞങ്ങൾ ഒരുമിച്ച് അതിന് ദൃഢനിശ്ചയത്തോടുകൂടി മുൻപോട്ട് പോവുകയാണ്. ദുരുപദേശങ്ങൾ ഈ ദേശത്ത് ലൈവ് മീഡിയയിലൂടെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥമായി ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് അത് അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല. അത് സത്യസുവിശേഷം എന്തെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള കർത്തവ്യം ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ ദിവസങ്ങൾ അതിനായി മുൻപോട്ട് പോകുന്നു. പ്രതികൂലങ്ങളുടെ നടുവിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ ഏറ്റെടുത്ത് ദൗത്യം ഏറ്റെടുത്ത് അനേകം പേരുടെ വിടുതലിനും ആശ്വാസത്തിനും യഥാർത്ഥ രക്ഷയ്ക്കും കാരണമായി തീരുവാൻ ഇത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രികാലവും കർത്താവിന്റെ വചനം വ്യക്തമായി സംസാരിപ്പാൻ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പ്രസാനൻ ജോസഫ് ഇന്ന് രാത്രികാലം കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്നും നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകൾ കേൾക്കാവുന്നതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. നാം ഡോക്മായുടെ 31-ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഫാദർ ദാനിയൽ പൂവനത്തിൽ എന്ന് പറയുന്ന അച്ഛൻ്റെ പ്രസ്താവനയ്ക്കെതിരെയുള്ള മറുപടികളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിപ്പാനിടയായത്. ഇന്നും ആ ഭാഗത്തേക്ക് തന്നെ നമ്മൾ കടന്നു വരും. കത്തോലിക്ക മതത്തിലെ വിശുദ്ധ പാരമ്പര്യങ്ങളെക്കുറിച്ച് 10 നൂറ്റാണ്ടുകളിൽ അത് ഉണ്ടായ പാരമ്പര്യങ്ങൾ എങ്ങനെയാണ് വന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിപ്പാൻ വലിയവനായ ദൈവം സഹായിച്ചു. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് വളരെ രസകരമായ ഒരു കാര്യം, ഈ നമ്മുടെ തിരുവല്ലയിൽ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്ന തട്ടുകൂട്ട് സഭ, അവരെ കുറച്ച് പേര് കൂടി ഈ തിരുവല്ലയിൽ ഒരു കൺവെൻഷൻ നടത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനകത്ത് ചോദ്യോത്തര വേളയിൽ കനാനായ അച്ഛൻ ഫാദർ രാജൻ കുളനട എന്ന് പറയുന്ന അദ്ദേഹം ഈ 75-ാം സങ്കീർത്തനത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ പറയുവാനിടയായി. മദ്യപാനത്തെക്കുറിച്ചുള്ള കാര്യത്തിന് ചോദ്യം വന്നപ്പോൾ ഷിബു പീഡിയയ്ക്കൽ അതിന് മറുപടി പറഞ്ഞു. ആ സമയത്ത് ഇദ്ദേഹവും, ശരിയായിട്ടുള്ള മറുപടിയല്ല, ഇദ്ദേഹവും ഈ എഴുന്നേറ്റിട്ട് 75-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം ഇപ്രകാരം പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. യഹോവയുടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട്, വീഞ്ഞു നുരയ്ക്കുന്നു, അത് മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവൻ അതിൽ നിന്ന് പകരുന്നു, ഭൂമിയിലെ സകല ദുഷ്ടന്മാരും അതിന്റെ മട്ടു വലിച്ചു കുടിക്കും. പ്രൈസ് ലോർഡ്. ഇതാണ് അദ്ദേഹം വായിച്ച് പറയുവാൻ അത് ഇടയായിത്തീർന്നത്. അവിടെ ഈ 75-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു സങ്കീർത്തനമാണ്. നീതി കെട്ടവരെ അല്ലെങ്കിൽ ദുഷ്ടന്മാരെ ന്യായം വിധിക്കുന്ന ഒരു സങ്കീർത്തനമാണ് നമുക്ക് ഈ 75-ാം സങ്കീർത്തനം അത് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാകുന്നത്. അവിടെ ഈ 75-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ അവിടെ ഒന്നുകൂടെ വായിക്കുന്നു. യഹോവയുടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട്, യഹോവയുടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട്, വീഞ്ഞ് നുരയ്ക്കുന്നു, അത് മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അവൻ അതിൽ നിന്ന് പകരുന്നു, ഭൂമിയിലെ സകല ദുഷ്ടന്മാരും അതിന്റെ മട്ടു വലിച്ചു കുടിക്കും. കണ്ടോ, ഇതാണ്. ഇതെടുത്തിട്ട് മദ്യം കുടിക്കാം. അത് മാത്രമല്ല, യഹോവ അതിലെ നല്ല തെളിഞ്ഞ വീഞ്ഞ് അത് കുടിച്ചു നോക്കിയാണ് അദ്ദേഹം പ്രസ്താവിപ്പാനിടയായിത്തീർന്നത്. എത്രയോ പോഷത്വകരമായിട്ടുള്ള കാര്യമാണ് അത് വിളിച്ചു പറയുന്നത്. ഇതിൻ്റെ മുൻപും പിൻപും ഒന്നും, അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കാതെ വിളിച്ചു പറയുന്ന പ്രസ്താവനകളാണ് ഇതുപോലെയുള്ള അബദ്ധത്തിൽ ചെന്ന് ചാടുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഇത് തക്കതായിട്ടുള്ള മറുപടി അത് പാസ്റ്റർ ഷമീർ കൊല്ലം അത് നൽകുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ അതിനുശേഷം ഈ അച്ഛൻ വേറെ ഒരു
ഇത് മറുപടി എന്ന രീതിയിൽ അത് വന്നിട്ട് ആരോ അദ്ദേഹത്തിൻ്റെ ക്ലിപ്പിന് കയറി പിടിച്ചെന്നാണ് തോന്നുന്നത്. അദ്ദേഹം അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് അത് സ്തോത്രം വേറെ രീതിയിലൊക്കെ പറയുവാനിടയായിത്തീർന്നു. ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കത്തനാരന്മാർ അച്ഛന്മാരും ഒക്കെ ജനത്തെ വഞ്ചിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ് തയ്യാറാക്കിയിരിക്കുന്ന മദ്യവർജനം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വർഷവും ഭയങ്കരം പ്രസംഗവും റാലിയും ബോധവൽക്കരണവും ഒക്കെ നടത്തുന്നത് ക്രൈസ്തവ മേഖലയിൽ എല്ലാം കാണാവുന്ന ഒരു കാര്യമാണ്. അവർ കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഈ മദ്യനിരോധനം വേണം എന്ന് പറഞ്ഞ് വാതുകെട്ടുകയൊക്കെ ചെയ്യുന്ന ഈ ഗ്രൂപ്പുകാർ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന കേട്ട് കഴിഞ്ഞാൽ കുടിക്കാത്തവരും കുടിക്കുവാനുള്ള ഒരു ലൈസൻസ് കൊടുക്കുന്ന രീതിയിലായിരുന്നു തൻ്റെ സംഭാഷണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരട്ടത്താപ്പ് നയങ്ങളാണ് ഈ കത്തോലിക്ക കത്തനാരന്മാരും അതുപോലെ തന്നെ യാക്കോബയിലെ കത്തനാരന്മാരും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥമായിട്ട് ഈ സത്യം അറിയണമെന്ന് ആഗ്രഹിച്ച് ആരെങ്കിലും മുൻപോട്ട് വന്നാൽ ഞങ്ങൾ നിങ്ങളെ സഹായിപ്പാൻ അത് താല്പര്യപ്പെടുകയാണ്. ഇപ്പോൾ തട്ടുകൂട്ട് സഭ ഒരെണ്ണം ഉണ്ടാക്കി. അത് വാസ്തവത്തിൽ യാക്കോബായി ഓർത്തഡോക്സ് കത്തോലിക്കർക്കാണ് നഷ്ടം. കാരണം ഇവരെ ആരും അത് ശ്രദ്ധിക്കാതെ വന്നപ്പോൾ, ഒരു വേദികളും കിട്ടാതെ വന്നപ്പോൾ ഇപ്പോൾ പല വേദികളും അവർക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പെന്തക്കോസുകാർക്ക് ഒരു നഷ്ടവും അത് വരാനില്ല. കൂടി വന്നാൽ ആടി നിൽക്കുന്ന ഒരു 10-20 കുടുംബക്കാർ പോവുമായിരിക്കും. അതിൽ കൂടുതലൊന്നും അത് ഈ സത്യം അറിഞ്ഞിരിക്കുന്ന ഒറ്റ കുഞ്ഞും പോകത്തില്ല എന്ന ഞങ്ങളുടെ ബോധ്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളതാണ് ഇവരുടെ ഈ പരിപാടികൾ. വിശുദ്ധ വേദപുസ്തകത്തിലെ വചനം എങ്ങനെ വ്യാഖ്യാനിക്കണം, എപ്രകാരം വ്യാഖ്യാനിക്കണം എന്നൊന്നും അറിയാൻ പാടില്ലാതെ ചുമ്മാ തട്ടിവിടുന്ന അത് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ നമ്മൾ ഈ ഫാദർ ദാനിയൽ പൂവനത്തിൽ എന്ന് പറയുന്ന ആ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഏകദേശം 11 നൂറ്റാണ്ടിൽ ഈ പാരമ്പര്യമായിട്ട് വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അല്പമായിട്ട് ചിന്തിപ്പാൻ ഇടയായിത്തീർന്നു. ഇന്ന് കത്തോലിക്ക മതത്തിൽ 7 കൂദാശകൾ കൊണ്ടുവന്ന കാര്യമാണ് നമ്മൾ പഠിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. 7 കൂദാശകൾ. അത് 12-ാം നൂറ്റാണ്ടിലാണ് കത്തോലിക്ക മതത്തിൽ അത് കൊണ്ടുവരുവാനിടയായിത്തീർന്നത്. കത്തോലിക്ക മതത്തിൻ്റെ ചെറിയ വേദ ഉപദേശം പരിഷ്കരിച്ച പതിപ്പ് പേജ് 62 കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കുന്ന കാണാൻ പാടില്ലാത്ത ദൈവവരപ്രസാദം തരുന്നതിന് ഈശോ മശിഹ സ്ഥാപിച്ചിട്ടുള്ള കാണാവുന്ന അടയാളമാകുന്നു കൂദാശ. അപ്പം 7 കൂദാശ. ഒന്നുകൂടെ ഞാൻ പറയാം. ഈ ചെറിയ വേദ ഉപദേശം പരിഷ്കരിച്ച പതിപ്പ് പേജ് 62 കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കുന്ന കാണാൻ പാടില്ലാത്ത ദൈവവരപ്രസാദം തരുന്നതിന് ഈശോ മശിഹ സ്ഥാപിച്ചിട്ടുള്ള കാണാവുന്ന അടയാളമാകുന്നു കൂദാശ. അപ്പോൾ കൂദാശകൾ എത്ര? 7 എണ്ണമാണ്. അവ ഏതെല്ലാമാണ്? 1. മാമോദീസ അല്ലെങ്കിൽ ജ്ഞാനസ്നാനം. 2. സ്ഥൈര്യലേപനം അല്ലെങ്കിൽ മുമ്പിലത്തെ ഒപ്രിശുമ. 3. കുർബാന അല്ലെങ്കിൽ ദീപകാരുണ്യം. 4. കുമ്പസാരം. 5. രോഗീലേപനം അല്ലെങ്കിൽ അന്ത്യകൂദാശ അല്ലെങ്കിൽ ഒടുവിലത്തെ ഒപ്രിശുമ. 6. തിരുപ്പട്ടം. 7. വിവാഹം. അപ്പോൾ ഈ 7 കൂദാശകളാണ് കത്തോലിക്ക മതത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളിൽ കാണുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. കൂദാശകൾ 7ആണ്. അതിൽ ഏവയെന്ന് ചോദിച്ചാൽ 1 മാമോദീസ അല്ലെങ്കിൽ ജ്ഞാനസ്നാനം. 2 സ്ഥൈര്യലേപനം അല്ലെങ്കിൽ മുമ്പിലത്തെ ഒപ്രിശുമ. 3 കുർബാന അല്ലെങ്കിൽ ദിവ്യകാരുണ്യം. 4 കുമ്പസാരം. 5 രോഗീലേപനം അല്ലെങ്കിൽ അന്ത്യകൂദാശ ഒടുവിലത്തെ ഒപ്രിശുമ. 6 തിരുപ്പട്ടം. 7 വിവാഹം. അപ്പം ഈ 7 കൂദാശകളുണ്ടെങ്കിലും ഒരു യഥാർത്ഥ കത്തോലിക്കനെ സംബന്ധിച്ച് 6 കൂദാശകളെ അവർക്ക് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിവാഹം കഴിച്ചവന് തിരുപ്പട്ടമില്ല,
തിരുപ്പട്ടം അല്ലെങ്കിൽ അച്ചമ്പട്ടത്തിന് പോയവന് വിവാഹം കഴിക്കാൻ പാടില്ല. ഇപ്പോൾ 6 ഉപദേശം ഈ കൂദാശകൾ മാത്രമേ ഒരു വിശ്വാസിക്ക് കത്തോലിക്ക മതത്തിൽ ലഭിക്കുകയുള്ളൂ. റോമൻ കത്തോലിക്ക മതത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളാണ് കൂദാശകൾ എന്ന് പറയുന്നത്. കൂദാശ ആര് സ്ഥാപിച്ചു എന്ന ചോദ്യത്തിന് ഈശോ മശിഹ സ്ഥാപിച്ചു എന്നാണ് ഇവിടുത്തെ പൗരോഹിത്യമൊക്കെ വീമ്പളക്കുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ 27 പുസ്തകങ്ങളുണ്ട്. മത്തായി സുവിശേഷം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള 27 പുസ്തകങ്ങളിൽ അങ്ങനെ ഒരു സംഭവം അത് കാണുന്നില്ല. യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം AD 1215 ഇന്നസെന്റ് 3 മാർപ്പാപ്പയാണ് 7 കൂദാശകൾ സ്ഥാപിച്ചത്. ശ്രദ്ധിക്കണം, 12 നൂറ്റാണ്ടുകൾ പോയി യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 12ാമത്തെ നൂറ്റാണ്ടിലാണ് ഇന്നസെന്റ് 3 മാർപ്പാപ്പ 1215 7 കൂദാശകൾ സ്ഥാപിക്കുന്നത്. ഇന്നുകളിൽ ബിഷപ്പന്മാർ കൂടി സുന്നതസുകൾ അത് നടത്തുന്നത് പോലെ അല്ലെങ്കിൽ വിളിച്ചു കൂട്ടുന്നത് പോലെ AD 1215 കൂടിയ യോഗത്തിലാണ് കൂദാശകൾ സ്ഥാപിക്കപ്പെട്ടത്. എന്നാൽ യേശുക്രിസ്തു സ്ഥാപിച്ച സഭയിൽ 7 അടിസ്ഥാന ഉപദേശങ്ങളുണ്ട്. അത് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിലാണ്, അല്ലാതെ ഈ പാരമ്പര്യമായിട്ടൊന്നും എടുത്തതല്ല. അത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പസ്തോല പ്രവൃത്തിയുള്ള പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ 3 ഉപദേശങ്ങൾ അതിൻ്റെ അകത്ത് കാണുവാനായിട്ട് കഴിയും. അതിപ്രകാരം വായിക്കുന്നു. പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. 3 അടിസ്ഥാന ഉപദേശം. 1-ാമത് മാനസാന്തരം, 2-ാമത് സ്നാനം, 3 പരിശുദ്ധാത്മാവിൻ്റെ അതേ ദാനം. ഈ 3 ഉപദേശങ്ങളാണ് 38-ാം വാക്യത്തിൻ്റെ അകത്തുണ്ട്. ഞങ്ങൾ ബൈബിളിൽ ഇല്ലാത്തതൊന്നും ഉപദേശമായിട്ട് സ്വീകരിക്കാറില്ല, പാരമ്പര്യം അത് ഉപദേശമായിട്ട് എടുക്കാറില്ല. ഇവിടെ നോക്കിക്കേ, 3 ഉപദേശങ്ങൾ. ഇനിയും അടുത്ത 4 ഉപദേശങ്ങൾ കിടക്കുന്നത് അതിൻ്റെ 42-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പസ്തോല പ്രവൃത്തിയുള്ള പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 42-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ 4 ഉപദേശങ്ങൾ കൂടി അത് കൊടുത്തിട്ടുണ്ട്. വായിച്ചാൽ 4-ാമത്തെ ഉപദേശമാണ് അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടും 5 കൂട്ടായ്മ ആചരിച്ചും 6 അപ്പം നുറുക്കിയും 7 പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇതാണ് അടിസ്ഥാനപരമായി ബൈബിൾ അത് പ്രഖ്യാപിക്കുന്ന ദൈവസഭയ്ക്ക് വേണ്ട 7 അടിസ്ഥാന ഉപദേശങ്ങൾ. വിശുദ്ധ പാരമ്പര്യപ്രകാരമുള്ള കൂദാശകളെ അതേ സ്തോത്രം നമ്മൾ എടുത്തു നോക്കിയാൽ വളരെ വികലമായിട്ട് വേദപുസ്തകവുമായി ഒരു ബന്ധവുമില്ലാത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാമോദീസ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 1-ാമത്തെ കൂദാശ അത് മാമോദീസ എന്ന അതിന് കൊടുത്തിരിക്കുന്ന വേറൊരു പദം ജ്ഞാനസ്നാനമെന്ന, ഞാൻ കൊടുത്തതല്ല, കത്തോലിക്കർ തന്നെ കൊടുത്തിരിക്കുന്നതാണ് ജ്ഞാനസ്നാനം. ആ പദം തന്നെ എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? അറിവിൻ്റെ സ്നാനമെന്ന. അങ്ങനെയാണെങ്കിൽ 8ഉം പൊട്ടും തിരിയാത്ത ഒരു കൊച്ചു കുഞ്ഞിനെ തളിപ്പിച്ചാൽ അത് സ്നാനമാകുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അത് സ്തോത്രം മനസ്സിലാക്കി സ്നാനം എന്തിനാണ്, രക്ഷ എന്തിനാണ്, പാപം എന്താണ്, പാപം എന്തല്ല എന്നൊക്കെ മനസ്സിലാക്കി സ്നാനപ്പെടുന്നതാണ് യഥാർത്ഥ സ്നാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ വാക്ക് തന്നെ പറയുന്നില്ലയോ, അറിവിൻ്റെ സ്നാനം എന്ന്. മാമോദീസ എന്ന പദത്തിൻ്റെ അർത്ഥം മുക്കുക, ആഴ്ത്തുക എന്നൊക്കെയാണ്. അതാണോ ഇന്ന് കത്തോലിക്ക മതത്തിൽ നടക്കുന്നത്? അത് തളിപ്പിക്കുകയല്ലേ? അപ്പം മുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആഴ്ത്തുന്നുണ്ടോ? ടു ഡിപ്പ്, ടു ഇമേഴ്സ് എന്ന പദങ്ങളാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആഴ്ത്തുക, മുക്കുക എന്നൊക്കെയാണ് ആ പദത്തിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ മുങ്ങിക്കുളി എന്നൊക്കെയാണ്. എല്ലാവരും ഇവിടെ നമ്മളൊരു തിരുവചന ഭാഗത്തേക്ക് വരുമ്പോൾ
ഈ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യ ലേഖനം അതിൻ്റെ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ എല്ലാവരും സമുദ്രത്തൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്നു. കണ്ടോ? അപ്പൊ ഇവിടെ വായിക്കുന്നത് എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന്, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അടുത്ത വാക്യം എന്താ പറയുന്നത് അറിയാവോ? എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പോൾ പഴയ നിയമത്തിലെ കാര്യങ്ങൾ എടുത്ത് പൗലോസ് സ്നാനത്തിനൊരു മുൻകുറി എന്ന നിലയിൽ ഈ കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്നാനം എന്ന പുതിയ നിയമത്തിൻ്റെ നിഴലാണ് ചെങ്കടൽ. ആ ചെങ്കടലാണല്ലോ അവർ കടന്നത്. അതാണല്ലോ നമ്മൾ വായിച്ചത്. പെസഹ കുഞ്ഞിൻ്റെ ചോരത്തളിയാൽ ഇസ്രായേലിന് വീണ്ടെടുപ്പ് ലഭിച്ചു. നമ്മൾ വായിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ചോരത്തളിയാലും പെസഹായാലുമാണ് അവര് അത് വീണ്ടെടുക്കപ്പെട്ടത്. അവിടെ വായിച്ചു, യഹോവ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നുവരും. എന്നാൽ കുറുമ്പടി മേലും കട്ടളക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിലൊഴിഞ്ഞു കടന്നുപോകും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരകൻ വരുവാൻ സമ്മതിക്കുകയുമില്ല. ഈ കാര്യം നീയും പുത്രന്മാരും ഒരു നിത്യനിയമമായി ആചരിക്കണം. യഹോവ അരുളി ചെയ്തതുപോലെ നിങ്ങൾക്ക് തരുവാനിരിക്കുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം നിങ്ങൾ ഈ കർമ്മം ആചരിക്കണം. ഈ കർമ്മം എന്തെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കയിൽ മിസ്രയീമിലിരുന്ന ഇസ്രായേൽ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞു കടന്ന് നമ്മുടെ വീടുകളെ രക്ഷിച്ച യഹോവയുടെ പെസഹയാകുമെന്ന് ആകുന്നു ഇത് എന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ജനം കുമ്പിട്ട് നമസ്കരിച്ചു. അപ്പോൾ ഈ ചോരത്തളിയും പെസഹായും മുഖാന്തരമാണ് മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്ന് ദൈവത്തിന്റെ ജനമായി ഇസ്രായേൽ വിടുതൽ പ്രാപിച്ചത്. ഇതുപോലെ സാത്താന്റെ പിടിയിലായിരിക്കുന്ന ഒരു വ്യക്തി പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു വരുമ്പോൾ അവൻ രക്ഷിക്കപ്പെടുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തളിയും ആചരിച്ചു. കണ്ടോ? ചോരത്തളിയും ആചരിച്ചു. അങ്ങനെയാണ് അവർ രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത് എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. ഇങ്ങനെ വീണ്ടെടുക്കപ്പെട്ട ജനം ചെങ്കടൽ കടന്നു മോശയോട് ചേരേണ്ടിയിരുന്നു. അല്ല, രക്ഷിക്കപ്പെട്ട് തന്നെ ഇരിക്കുകയല്ല. അതാണ് നമ്മൾ 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായം 2-3 വാക്യത്തിൻ്റെ അകത്ത് വായിച്ചത്. ഈ രക്ഷിക്കപ്പെട്ട ജനം മരുഭൂമിയിൽ കൂടെ സഞ്ചരിച്ച് ചെങ്കടലിൽ കടന്ന് അത് അക്കരെ കടക്കണം. ആ ചെങ്കടൽ ഒരു സ്നാനത്തിന് മുൻകുറിയാണ്. അത് വായിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്നുകൂടെ വായിച്ചേ. എല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ, പാപത്തെ ഉപേക്ഷിച്ച ഒരു ദൈവ പൈതൽ സ്നാനപ്പെടണം എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക. വീണ്ടെടുക്കപ്പെടുക അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുക എന്നാൽ നമ്മുടെ സകല പാപവും ദൈവത്തോട് ഏറ്റുപറഞ്ഞ് യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം. അത് വ്യക്തിപരമായിട്ട് പറയണം. നമുക്ക് വേണ്ടി തലതൊട്ടപ്പനോ തലതൊട്ടമ്മയോ പറയുന്നതല്ല, നമ്മുടെ വാഗൊണ്ട് പറയണം. നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? അത് നമുക്ക് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പൊ അങ്ങനെ രക്ഷാവാചകങ്ങൾ നമ്മൾ ദൈവത്തോട് നമ്മൾ തന്നെ പറയണം. രക്ഷിക്കപ്പെട്ടവർ നിശ്ചയമായും ദൈവകൽപ്പന പ്രകാരം അടുത്ത പടിയിലേക്ക് നീങ്ങണം. അടുത്ത പടി എന്തുവാണ്? സ്നാനപ്പെട്ട്
യേശുവിനോട് ചേരണം. പഴയ നിയമത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവേനം ചെങ്കടൽ കടന്ന് മോശയോട് ചേർന്നതുപോലെ സ്നാനപ്പെട്ട പുതിയ നിയമ ഇസ്രായേലായിരിക്കുന്ന നമ്മൾ, രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ സ്നാനപ്പെട്ട ആരോട് ചേരണം? യേശു ക്രിസ്തുവിനോട് ചേരണം. ഇതെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന് 3-ാമത്തെ തിരുവെഴുത്തിലേക്ക് വരുമ്പോൾ അതാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. വായിച്ചാൽ, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം യേശു എല്ലാവരും ക്രിസ്തുവിനോട് ചേരുവാനാ, ഒരു സംഘടനയിൽ ചേരാനല്ല, സഭയിൽ ചേരാനല്ല. ഇവിടെ വായിക്കുന്നു, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ. അപ്പോൾ എങ്ങനെയെന്നാൽ ദൈവം അയച്ചിട്ട് ഈ സ്നാനം എങ്ങനെയാ നടക്കുന്ന? പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് ഈ സ്നാന ശുശ്രൂഷ പുതിയ നിയമത്തിൽ യോഹന്നാൻ സ്നാപകനിലൂടെയാണ് തുടങ്ങുന്നത്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ്റെ സ്നാനം മാനസാന്തര സ്നാനമായിരുന്നു. അതിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടാണ് യേശുക്രിസ്തുവിൻ്റെ സ്നാനം. എങ്കിലും ഇവിടെ നമുക്ക് വായിക്കുവാൻ പറ്റുന്നത്, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു. അത് നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന് 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. അവന് യോഹന്നാൻ എന്ന് പേര്. അവന് യോഹന്നാൻ എന്ന് പേര്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ എന്താണെന്ന് ചോദിച്ചാൽ 1-ാം അധ്യായം അതിന് 33-ാമത്തെ വാക്യത്തിന്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നു. വായിച്ചേ. ഞാനോ അവനെ അറിഞ്ഞില്ല, ഞാനോ ഈ യേശുവിനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ, വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, എന്നെ അയച്ചവന് എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നുവോ വസിക്കുന്നതും നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്നാപക യോഹന്നാന്റെ ഒരൊറ്റ അത് ശുശ്രൂഷ എന്ന് പറയുന്നത്, മെയിനായിട്ടുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുക എന്നുള്ള ആ കർത്തവ്യമായിരുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഇതിനു വേണ്ടി മാനസാന്തരം കൂടാതെ സ്നാനപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. അതിന് അദ്ദേഹം ചെയ്ത പരിപാടി, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 1-ാമത്തെ വാക്യം. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു. യഹൂദ മരുഭൂമിയിൽ പ്രസംഗിച്ചു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ വിഷയം സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. ഇനി അതിന്റെ 5-6 വാക്യത്തിലേക്ക് വരുമ്പോൾ ആ മാനസാന്തര അത് സുവിശേഷം അങ്ങോട്ട് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ നിരവധി ആളുകൾ തൻ്റെ അടുക്കൽ സ്നാനത്തിനായിട്ട് കടന്നു വന്നു. വായിച്ചു. അന്ന് യെരുശലേമിലും യഹൂദിയ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയിലുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്ന് യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. കണ്ടോ? പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. അല്ലാതെ എടുത്തോണ്ട് വന്നെന്നല്ല, കുഞ്ഞിനെ എടുത്തോണ്ട് വന്നു, കുഞ്ഞേറ്റു പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല. അത് യഥാർത്ഥമായിട്ട് പാപബോധം, മാനസാന്തരത്തിൻ്റെ സുവിശേഷം അങ്ങോട്ട് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ പാപബോധമുളവായവർ പാപങ്ങൾ ദൈവസന്നിധാനത്തിൽ ഏറ്റുപറഞ്ഞ് ഓരോരുത്തരും എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു എന്ന് നമ്മൾ തിരുവചനത്തിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് അത് വായിക്കുന്നു. ഇനി ക്രിസ്തീയ സ്നാനത്തെക്കുറിച്ച് ഏകദേശം ഒരു 100ഓളം പ്രാവശ്യം വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നന്മ തിന്മകളെ കുറിച്ച് മനസ്സിലാക്കിയ ഒരു ദൈവ പൈതൽ തിന്മയെ അത് നീക്കിക്കളഞ്ഞിട്ട് നന്മയെ കാക്ഷിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യേണ്ട ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ദൈവിക കൽപ്പനയാണ് സ്നാനം എന്നുള്ളത് നമുക്ക് അത് മനസ്സിലാവും വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ. ഈ സ്നാനത്തിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം ബാപ്റ്റിസോ എന്ന് പറയുന്ന ഗ്രീക്ക് പദം. അതിൽ നിന്നാണ് ഇംഗ്ലീഷ് പദം ബാപ്റ്റിസം എന്ന് പറയുന്ന പദമുണ്ടായിരിക്കുന്നത്. മാമോദീസ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ അത് മുമ്പേ ഓർപ്പിച്ചുവല്ലോ, അവിടെ മുങ്ങിക്കുളിക്കുക, മുക്കുക, ആഴ്ത്തുക, അതേ അർത്ഥം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. മുക്കുക,
ആഴ്ത്തുക എന്നൊക്കെയുള്ള പദങ്ങളാണ് ഈ ബാപ്റ്റിസം എന്ന് പറയുന്ന പദത്തിൽ നിന്ന് വരുന്നത്. ഇവിടെ തളിക്കാൻ പ്രമാണമില്ല, തളിപ്പരെല്ലാം കളിപ്പീര. അതൊക്കെ ഈ അച്ഛന്മാർ തട്ടിക്കൂട്ടിയ അത് പുതിയ പരിപാടികളാണ്, പാരമ്പര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ പരിപാടികളാണ്. അതിലൊന്നും വിശ്വസിക്കരുത്. അതാണ് ഈ വിശുദ്ധ പാരമ്പര്യമല്ല. ഫാദർ ദാനിയൽ ഭുവനത്തിൽ പറയുന്ന വിശുദ്ധ പാരമ്പര്യമല്ല, അശുദ്ധ പാരമ്പര്യം. വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എങ്ങനെ സ്നാനപ്പെടണം എന്ന് രേഖപ്പെടുത്തിയിരിക്കാൻ വളഞ്ഞ വഴിയിലൂടെ ഒക്കെ സഞ്ചരിക്കുകയാണ് ഇതുപോലെയുള്ള ആളുകളുടെ പരിപാടി. അപ്പോൾ ശ്രദ്ധിച്ച്, ഇവിടെ നമ്മൾ ഈ സ്നാനത്തെക്കുറിച്ച് യഥാർത്ഥമായിട്ടൊരു ക്ലാസ് അത് എടുക്കുവാൻ താല്പര്യപ്പെടുകയാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കള്ള നാണയങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ചുമ്മാ ഒരുത്തനെ മാമോദീസ മുക്കി അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതിനേക്കാൾ ഈ യാഥാർത്ഥ്യം ദൈവമക്കൾ മനസ്സിലാക്കണം. ഈ അച്ഛന്മാർ പറയുന്ന തട്ടിപ്പ് ഉപദേശങ്ങളിൽ നിന്ന് നിങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് കടന്നു വന്ന് യഥാർത്ഥ ഉപദേശത്തിലായിത്തീരണം. അല്ലെങ്കിൽ അത് ഞങ്ങളോട് ചോദിക്കും. നിങ്ങളുടെ രക്തം, നിങ്ങളോടിത് പറഞ്ഞില്ല എങ്കിൽ ആ രക്തം ഞങ്ങളോട് ചോദിക്കും. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താണ് ഈ സ്നാനം, എന്താണ് സ്നാനം എന്നുള്ളതിന് അത് പല മറുപടികൾ നമുക്ക് തിരുവചനത്തിൻ്റെ അകത്തുനിന്ന് കാണുവാനായിട്ട് കഴിയും. ഒന്ന്, ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. എന്താണ് സ്നാനമെന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നമുക്ക് വാക്യങ്ങൾ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന് 18-ാമത്തെ തിരുവെഴുത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നു, യേശു ക്രിസ്തു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അപ്പൊ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവാനായിട്ട്, അല്ലാതെ യഹൂദനെയല്ല, അല്ലെങ്കിൽ ഇന്ന ആളുകളെ മാത്രമല്ല, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവാൻ തിരുവചനത്തിൻ്റെ അകത്ത് വ്യവസ്ഥ ഉള്ളതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാമത്തെ വാക്യവും ഇത് തന്നെയാ പറയുന്നത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അതുകൊണ്ട് സ്നാനം ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്. സ്നാനപ്പെടാതെ ഈ തളിപ്പീരുമായിട്ട് ആരെങ്കിലും ഇരിക്കുന്നുവെങ്കിൽ ദൈവകൽപ്പനയാണ് നിങ്ങൾ ലംഘിക്കുന്നത്. ദൈവകൽപ്പനയെ ലംഘിക്കുന്നവൻ സ്വർഗത്തിൽ പോകത്തില്ല. ഇനി രണ്ടാമത്തെ കാര്യം, സ്നാനം എന്നത് ദൈവത്തിൻ്റെ ഒരു നീതിയാണ്. എന്താണ് സ്നാനം? ദൈവത്തിൻ്റെ നീതിയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം 29-30 ചേർന്ന് വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ജനമൊക്കെയും ചുങ്കക്കാരും ഈ മാനസാന്തര പ്രസംഗം കേട്ടിട്ട് യോഹന്നാന്റെ സ്നാനം ഏറ്റതിനാൽ ദൈവത്തെ നീതീകരിച്ചു. കണ്ടോ, ദൈവത്തെ എന്ത് ചെയ്തു? നീതീകരിച്ചു. കാരണം ഇത് ദൈവത്തിന്റെ നീതിയാണ്. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്ന് അത് പ്രസംഗിച്ചു, അദ്ദേഹം സ്നാനപ്പെടുത്തി. അതുപോലെ പുതിയ നിയമത്തിൽ അതേ സ്നാനം ദൈവത്തിൻ്റെ നീതിയാണ്. ഈ സ്നാനപ്പെടാതെ തട്ടിപ്പ് അത് നടത്തി ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ അവര് മുങ്ങി സ്നാനപ്പെട്ടാൽ ദൈവനീതി നിങ്ങളുടെ കുടുംബത്തിൽ, അതേ ഈ സ്നാനപ്പെടുന്നവരുടെ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ കർത്താവിടയാക്കും എന്നുള്ളതിന് ഒരു മാറ്റവുമില്ല. ഇനി അടുത്ത ഭാഗം കൂടെ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. കണ്ടോ, ഇത് ദൈവത്തിന്റെ ആലോചനയാ, മാനുഷിക ആലോചനയല്ല, പെന്തക്കോസ്തുകാരുടെ ആലോചനയല്ല,
ദൈവത്തിൻ്റെ ആലോചനയാണ് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച ഒരു ദൈവ പൈതൽ വ്യക്തിപരമായിട്ട് സ്നാപകൻ്റെ അടുക്കൽ ചെന്ന് സ്നാപകൻ അദ്ദേഹത്തെ എന്ത് ചെയ്യണം? അത് മുക്കി സ്നാനപ്പെടുത്തണം, മാമോദീസ കൊടുക്കണം. അത് ദൈവത്തിൻ്റെ ആലോചനയാണ്. അതിനെ തകിടം മറിക്കരുത്. അതാര് കൂടിക്കൊണ്ട് തകിടം മറിച്ചാലും ദൈവിക ശിക്ഷ വരുമെന്നുള്ള കാര്യം അത് നിങ്ങൾ മറന്നു പോകരുത്. നാലാമത്തെ കാര്യം, യേശു ക്രിസ്തു കാണിച്ചു തന്ന മാതൃകയാണ് സ്നാനം. ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു കാണിച്ചു തന്ന മാതൃകയാണ് സ്നാനം. കാരണം കർത്താവായ യേശു ക്രിസ്തു ഒരു പാപവും ചെയ്തിട്ടില്ല, പാപരഹിതനാണ്. പാപത്തെ താൻ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പാപങ്ങൾ മുഴുവൻ വഹിച്ച് അദ്ദേഹം ഒരു യാഗമായി തീരുവാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിൽ പാപമില്ല. പക്ഷേ യേശുക്രിസ്തു സ്നാനപ്പെട്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് മാതൃക കാണിച്ചു തരുവാനാണ്. നമ്മളിവിടെ വായിക്കുന്നു മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന് 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ്: യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. ഇതിന്റെ 15 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് യേശു അവനോട് ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. മാതൃക കാണിക്കുക യേശു ക്രിസ്തു. സ്നാനപ്പെടേണ്ട യാതൊരു ആവശ്യമില്ലാത്ത ഒരാള് ഈ ഉലകത്തിലുണ്ടായിരുന്നുവെങ്കിൽ അത് നസറേയനായ യേശുവായിരുന്നു. പക്ഷെ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? മാതൃക കാണിക്കുവാനായിട്ട് അത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി 5-ാമത്തത്, അപ്പസ്തോലന്മാരുടെ ഉപദേശവും മാതൃകയുമാണ് ഈ സ്നാനം എന്നുള്ളത്. നമ്മൾ വായിക്കുന്നു അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിന്റെ അകത്ത് ഇപ്രകാരമാണ് വായിച്ചത്: പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. അടുത്തത്, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അടുത്തത്, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അടുത്തത്, മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഒറ്റ ദിവസം കൊണ്ട് 3000-ഓളം പേരെന്ത് ചെയ്തു? സ്നാനമേറ്റു എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. അതുപോലെ തന്നെ അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കൊർന്നലിയോസ് ജാതീയനായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും സ്നാനപ്പെട്ടു. അതിന്റെ 10-ാം അധ്യായം 48-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്: പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കൽപ്പിപ്പാൻ എന്ത് ചെയ്തു? കൽപ്പിച്ചു. അവൻ ചില ദിവസം അവിടെ താമസിക്കണമെന്ന് മതി. അപ്പോൾ ഈ അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായം 12-ാം വാക്യം, 36-ാം വാക്യം, 16-ന്റെ 30 മുതൽ 33 വരെയുള്ള വാക്യം, 19-ന്റെ 5, ഇപ്രകാരം എല്ലാ സ്ഥലങ്ങളിലും അപ്പസ്തോലന്മാർ സ്നാനപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് അപ്പസ്തോലന്മാരുടെ ഉപദേശവും ഒരു മാതൃകയുമായിരുന്നു സ്നാനം. അല്ലാതെ പെന്തക്കോസ്തുകാരുടെ പ്രത്യേക ഉപദേശങ്ങളൊന്നുമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അടുത്തത്, സ്നാനം യേശുക്രിസ്തുവിനോട് ചേരുവാനാണ്. റോമർക്കെഴുതിയ ലേഖനം അതിന്റെ 6-ാം അധ്യായം 3-ാമത്തെ തിരുവെഴുത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാ: അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അവിടെ വായിക്കുന്നത് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും സ്നാനപ്പെടാതെ മാറി നിൽക്കുന്നുവെങ്കിൽ അങ്ങനെ മാറി നിൽക്കരുത്. യേശുക്രിസ്തുവിനോട് ചേരുവാൻ എത്രയും വേഗം എന്ത് ചെയ്യണം? സ്നാനപ്പെടണം എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് ആജ്ഞാപിക്കുക. മാത്രമല്ല യേശുക്രിസ്തുവിനോടുള്ള നല്ല മനസാക്ഷിയാണ്
ഈ സ്നാനപ്പെടൽ മുഖാന്തരമായിട്ട് നമുക്കുണ്ടാകുന്നത്. നമുക്ക് വായിക്കാം 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. അത് സ്നാനത്തിനൊരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ. കണ്ടോ, ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ എന്ന് അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തുന്നു. നല്ല മനസാക്ഷി. അല്ലാതെ ഈ കത്തോലിക്ക മതത്തിൽ മാമോദിസ എന്ന കൂദാശ എന്താകുന്നു, ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ട് ഉള്ളതല്ല എന്ന് പത്രോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക. ഒന്നുകൂടെ വായിച്ചേ ആ വാക്യം. അത് സ്നാനത്തിനൊരു മുൻകുറി. സ്നാനത്തിനൊരു മുൻകുറി. സ്നാനമോ കണ്ടോ, സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടുള്ളതല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. അടുത്തത് ഈ സ്നാനം എന്ന് പറയുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് യേശുവിനെ ധരിക്കുന്നതിനാണ് ഈ സ്നാനം. നമുക്ക് വായിക്കാം ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 27-28 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായി നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. അപ്പം ക്രിസ്തുവിനെ ധരിക്കുന്ന കാര്യമാണ്. ക്രിസ്തുവിനെ ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ കള്ളു കുടിക്കാൻ പോകാൻ പറ്റത്തില്ല, ഷാപ്പിൽ കയറാൻ പറ്റത്തില്ല, വ്യഭിചരിക്കാൻ പറ്റത്തില്ല, കള്ളം പറയാൻ പറ്റത്തില്ല, ചീത്ത വിളിക്കാൻ പറ്റത്തില്ല, അടിപിടി ഉണ്ടാക്കാൻ പറ്റത്തില്ല. കർത്താവിന് കൊള്ളാവുന്ന കാര്യങ്ങളല്ലാതെ, ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങളല്ലാതെ, ദൈവ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും ചെയ്യുവാൻ അവർക്ക് അനുവാദമില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ധരിക്കുകയാണ് ചെയ്യുന്നത്. അടിമുടി വ്യത്യാസം വരിക. രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതിയതാക്കിയിരിക്കുന്നു. അങ്ങനെ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ഒരുത്തൻ പുതുപുത്തൻ അനുഭവത്തിലേക്ക് വരികയാണ്. സകല ജഡത്തിൻ്റെ പ്രവൃത്തികളും അവിടെ നിന്ന് മാറ്റപ്പെടും. അതിനുശേഷമാണ് സ്നാനം. സ്നാനത്തോടുകൂടി ലോകത്തോടും ദൈവത്തിനും എല്ലാവർക്കും സാക്ഷിയായി നിൽക്കത്തക്ക രീതിയിലാണ് അവൻ ഇത് സ്നാനപ്പെടുന്നത്. അതുകൊണ്ട് സ്നാനം ഏറ്റവും ശ്രേഷ്ഠകരമാണ്. സ്നാനം എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ കുറഞ്ഞത് 8 പോയിന്റുകൾ പറയുവാനിടയായി തീർന്നു. അത് ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ കൽപ്പനയാണ്, അത് ദൈവത്തിൻ്റെ നീതിയാണ്, ദൈവത്തിൻ്റെ അതേ ആലോചനയാണ്, അത് ദൈവിക അപ്പോസ്തലന്മാർ കാണിച്ചു തന്ന മാതൃകയാണ്, യേശു ക്രിസ്തു കാണിച്ചു തന്ന മാതൃകയാണ്. അതുപോലെ തന്നെ യേശുവിനോട് ചേരുവാനാണ്, യേശുവിനുള്ള നല്ല മനസ്സാക്ഷിയാണ്, യേശുവിനെ ധരിക്കുവാനാണ്. ഇത്രയും കാര്യങ്ങളാണ്. അല്ലാതെ ചുമ്മാ 8-ാമത്തെ ദിവസമോ 7-ാമത്തെ ദിവസമോ പള്ളിയുടെ ആ മാമോദിസ തൊട്ടിയിൽ കൊണ്ടുപോയി അച്ഛൻ വന്ന് തലതൊട്ടപ്പനും തലതൊട്ടമ്മയും അത് വന്നിട്ട് ഈ കുഞ്ഞിൻ്റെ തലയിൽ സ്വല്പം വെള്ളം തളിക്കുന്നതല്ല സ്നാനം. അത് കൊടിയ പാവമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ സ്നാനപ്പെടേണ്ട റൂട്ടുകൾ, സ്നാനപ്പെടേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കാൻ എന്തിനാ ഈ പാരമ്പര്യത്തിലേക്ക് പോകുന്നത്? ആ പാരമ്പര്യങ്ങളൊന്നും ദൈവസന്നാനത്തിൽ നമ്മളെ കൊണ്ടുപോകുന്നതല്ല, അധപ്പതനത്തിനുള്ള പാരമ്പര്യങ്ങളാണ്. ഇനിയും സ്നാനം ആർക്കാണ്? ദൈവത്തിൻ്റെ വചനം കൈക്കൊണ്ടവരായിരിക്കണം സ്നാനപ്പെടേണ്ടത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 41-ാം വാക്യം. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. കണ്ടോ? ഒന്നൊന്ന് വായിച്ചേ. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ ആരുടെയാ? പത്രോസിന്റെ വാക്ക് കൈക്കൊള്ളാൻ യോഗ്യത ഉണ്ടായിരിക്കണം. ഈ 7 ദിവസമുള്ള അല്ലെങ്കിൽ 8 ദിവസമുള്ള കുഞ്ഞിന് വാക്ക് കൈക്കൊള്ളാൻ അത് ത്രാണിയുണ്ടോ? ഇല്ലല്ലോ. അവർക്ക് പകരമായിട്ട് തലതൊട്ടപ്പനോ തലതൊട്ടമ്മയോ ചൊല്ലിയത് കൊണ്ട് കാര്യമുണ്ടോ? എന്നാൽ പിന്നെ ആ കുഞ്ഞ് കുടിക്കേണ്ട പാല് ഇവരങ്ങ് കുടിക്കട്ടെ. അവർക്ക് പകരമായിട്ട് ഈ കുഞ്ഞ് കുടിക്കേണ്ട പാല് അങ്ങ് കുടിക്കട്ടെ. അങ്ങനെ കുടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അവരേറ്റപ്പെടുന്ന ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യ സ്റ്റെപ്പുകൾ എന്ന നിലയിൽ സ്നാനപ്പെടുമ്പോൾ ആ കുഞ്ഞാണ് തിന്മയെ അങ്ങോട്ട് മാറ്റിയിട്ട് നന്മയെ പുൽകുവാൻ പ്രായമാകുമ്പോൾ, തെറ്റാണെന്ന് മനസ്സിലാക്കുവാൻ പ്രായമാകുമ്പോഴത്തേക്കാണ് ആ തെറ്റുകളെ, പാപത്തെ എല്ലാം മാറ്റിയിട്ട്
ദൈവസന്നിധാനത്തിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം സ്നാനപ്പെടണം. ഇവിടെ പറയുന്നു ആ ദൈവത്തിൻ്റെ വചനം കൈക്കൊണ്ടവരെന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. രണ്ടാമത്തെ കാര്യം, സുവിശേഷം വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ സ്നാനപ്പെട്ടു. നമ്മൾ വായിക്കുന്ന അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ്: എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. പുരുഷന്മാരും സ്ത്രീകളും എന്ത് ചെയ്തു? സ്നാനമേറ്റു. അതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ പറയുന്നില്ല കേട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. സുവിശേഷം വിശ്വസിച്ചിട്ട് വേണം, വിശ്വസിക്കാനുള്ള പ്രായമുണ്ടായിരിക്കണം, അതെന്താണ് വിശ്വസിച്ചതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അങ്ങനെയുള്ളവരാണ് എന്ത് ചെയ്യേണ്ടത്? സ്നാനപ്പെടേണ്ടത്. അല്ലാതെ മാമോദിസ എന്നും പറഞ്ഞ് ഒരു കൂദാശ ഉണ്ടാക്കി 7-ാമത്തെയോ 8-ാമത്തെയോ ദിവസം കൊണ്ടുവന്ന് തളിപ്പിക്കുന്നതല്ലച്ചാ. അത് പാരമ്പര്യം. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം ഈ തിരുവചനത്തിലേക്ക് നാം മടങ്ങി വരണം. ഇനി മൂന്നാമത്തെ കാര്യം, പൂർണ്ണ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. നമ്മൾ വായിക്കുന്നു അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 8-ാം അധ്യായം 35-36 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവർ ഇങ്ങനെ വഴി പോകുകയിൽ, ഇങ്ങനെ വഴി പോകുകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ണൻ ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്തു വിരോധം എന്ന് പറഞ്ഞു. അടുത്തത്, അതിന് ഫിലിപ്പോസ് നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ, വിശ്വാസമല്ല, പൂർണ്ണ ഹൃദയത്തോടെ സ്നാനപ്പെടുവാൻ വരുന്ന വ്യക്തി പറയണം. അല്ലാതെ തലതൊട്ടപ്പനും അല്ല പറയേണ്ടത്. മാമോദിസ ഏൽക്കുവാൻ വരുന്ന വ്യക്തി പറയണം, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ എന്ത് ചെയ്യുകയാണ്? വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കാണ് സ്നാപകൻ എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തെ സ്നാനപ്പെടുത്തുന്നത്. ഇനിയും നാലാമത്തത്, വചനം കേട്ടു വിശ്വസിച്ചവരാണ് സ്നാനപ്പെടേണ്ടത്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 44 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനു കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ കൽപ്പിച്ചു. അടുത്തത്, അവൻ ചില ദിവസം അവിടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. അപ്പൊ അങ്ങനെ ആ കുടുംബത്തിലുണ്ടായിരുന്ന എല്ലാവരെയും എന്ത് ചെയ്തു? വചനം കേട്ട് അനുസരിച്ച പ്രിയപ്പെട്ടവരെ സ്നാനപ്പെടുത്തിയെന്ന് നമ്മൾ തിരുവചനത്തിൻ്റെ അകത്ത് വായിക്കുന്നു. മാത്രമല്ല, ഹൃദയം തുറന്നവരെയാണ് സ്നാനപ്പെടേണ്ടത്. എന്തുവാ? വചനം കേട്ട് ഹൃദയം തുറക്കണം. ഒത്തിരി പേരുടെ ഹൃദയം കല്ലായിട്ട് കിടക്കുക. എന്നാൽ ശ്രദ്ധിച്ച്, ഇവിടെ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിന്റെ അകത്ത് വായിക്കുന്നത് ഇങ്ങനെയാണ്: തുയത്തൈര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. സ്നേഹിത, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ തളിപ്പീര് സ്നാനമായിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് നിങ്ങളുടെ ഹൃദയം തുറക്കാത്തത് കൊണ്ടാണ്. അതിനെന്നാ ചെയ്യണം? ഈ ജീവനുള്ള ദൈവത്തെ അന്വേഷിച്ചൊന്ന് ഇറങ്ങണം. അന്വേഷിച്ചിറങ്ങിയാൽ, തിരുവചനം വായിച്ചാൽ, പ്രാർത്ഥിച്ചാൽ ജീവനുള്ള ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കും. ഹൃദയങ്ങളെ തുറന്നാൽ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ സ്നാനപ്പെടുവാനിടയായി തീരും. എന്തുകൊണ്ടാണ് സ്നാനപ്പെടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൃദയം തുറക്കാത്തത് കൊണ്ടാണ്. നോക്കിക്കേ, രക്താംബരം വിൽക്കുന്നവളായിരിക്കുന്ന ലുദിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവൾ സ്നാനപ്പെട്ടു. അടുത്തത് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ എന്ന് അപേക്ഷിച്ച് ഞങ്ങളെ നിർബന്ധിച്ചു. കണ്ടോ? അങ്ങനെ അവര് സന്തോഷിച്ച് ആ കുടുംബം ആനന്ദത്തിലേക്ക്
നയിക്കപ്പെടുവാനിടയായി തീർന്നു. ഇനി അതിന്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞു തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. അവളുടെ യജമാനന്മാർ, അവളാണ് അടുത്ത സ്നാനപ്പെട്ട വ്യക്തി. ഈ ഫിലിപ്പിയ സഭയിൽ, ഫിലിപ്പിയ ദേശത്ത് സ്നാനപ്പെട്ട വ്യക്തി ആ വ്യക്തിയായിരുന്നു. ഇനി അടുത്തത് നമ്മൾ വായിക്കുന്നത്, വചനം കേട്ട് വിശ്വസിച്ചവരാണ് സ്നാനപ്പെട്ടത്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 18-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, പള്ളിപ്രമാണിയായ ക്രിസ്പോസ്, കണ്ടോ, പള്ളിപ്രമാണിയായിരിക്കുന്ന ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു. വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു. കൊരിന്ത്യ സഭ തുടങ്ങിയ ആരംഭമാ. അച്ഛൻ പറഞ്ഞല്ലോ, ബൈബിൾ അല്ല സഭ ആദ്യം ഉണ്ടായെന്ന്. വചനം കേട്ട്, ഇതേത് വചനമാ അച്ഛ? അപ്പം വചനം കേൾക്കണം, വചനം കേട്ട് സ്നാനപ്പെടണം. അങ്ങനെ അവര് വചനം കേട്ട് എന്ത് ചെയ്തു? വിശ്വസിച്ചവർ സ്നാനപ്പെട്ടു. അടുത്തത് വായിക്കുന്നത്, മാനസാന്തരപ്പെട്ടവരാണ് സ്നാനപ്പെടേണ്ടത്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 38-ാമത്തെ വാക്യം. പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിക്കണം. കണ്ടോ, അപ്പോൾ ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ടിട്ട് സ്നാനപ്പെടണം. ഓരോരുത്തൻ, അല്ല എടുത്തുകൊണ്ട് ചെല്ലുകയല്ല, ആരെങ്കിലും ഏൽപ്പിക്കുകയല്ല, ഓരോരുത്തരും ഏൽക്കണം, തന്നെത്താൻ ഏൽക്കണം. ഇതൊക്കെ പച്ച മലയാളത്തിൽ എഴുതി കൈ തന്നിട്ടില്ലേ? എന്നിട്ടാണോ ഈ വ്യാജ്യ പരിപാടികളൊക്കെ ചെയ്യുന്നത്? പാരമ്പര്യമാണെന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് വിശുദ്ധ പാരമ്പര്യമല്ല, അശുദ്ധ പാരമ്പര്യമാണ്. ഇനിയും അടുത്തത് നമ്മൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യം മുമ്പേ നമ്മൾ വായിച്ചതാണെങ്കിലും, പാപങ്ങൾ ഏറ്റുപറയുന്നവരായിരിക്കണം സ്നാനപ്പെടേണ്ടത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ, അതില്ല, 3-ാം അധ്യായം അതിന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കുകളാണിത്. കർത്താവിന്റെ വഴി ഒരുക്കി അവന്റെ പാത നിരപ്പാക്കുവീൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. അടുത്തത്, യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു. അവന്റെ ആഹാരമോ വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു. അടുത്തത്, അന്ന് യെരൂശലേമിലും യഹൂദിയ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ എന്ത് ചെയ്തു? സ്നാനമേറ്റു. 8-ാമത്തെ ദിവസം പ്രായമായിരിക്കുന്ന കുഞ്ഞിന് എന്തുവാ പാവമുള്ളത്? ഒരു പാവവും ഇല്ല. കണ്ടോ? അപ്പോൾ അതുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞാണ് സ്നാനപ്പെടേണ്ടത്. ഇനി അടുത്തത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർക്കും ചിലപ്പോൾ ഈ സ്നാനപ്പെടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന് ദാനം കൊടുക്കും. കാരണം രക്ഷിക്കപ്പെട്ടാൽ ഉടൻ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ആ വ്യക്തിയിൽ ആരംഭിക്കുകയാണ്. അങ്ങനെ ചിലർ അഭിഷേകത്താൽ നിറയും, അന്യഭാഷകളാൽ നിറയും, പ്രവചനവരത്താൽ നിറയും, ഭൂതങ്ങളുമേൽ അധികാരമുള്ള ശുശ്രൂഷകളാൽ നിറയും, രോഗശാന്തിയുടെ വരം ചിലർക്ക് ലഭിക്കുവാനിടയായിത്തീരും. അവരെയും സ്നാനപ്പെടുത്തണമെന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ വായിക്കുന്നു 10:44 അപ്പോസ്തല പ്രവൃത്തി. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് വന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഇവരെ തടയുവാനായിട്ട് ആർക്ക് കഴിയും? പത്രോസ് പറയുകയാണ്, അടുത്ത ഭാഗത്ത് പറയുന്നു, അതിന്റെ അടുത്ത ഭാഗം, അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കിയാൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. അടുത്തത്, നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. കണ്ടോ? അപ്പോൾ അവിടെ വായിക്കുന്നത്
ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ പരിവർത്തിച്ചു. അവരാത്മാവിനാൽ നിറഞ്ഞു. അവരെ എന്ത് ചെയ്തു? സ്നാനപ്പെടുത്തി എന്ന് നമ്മൾ കാണുന്നു. ഇനിയും വിശ്വസിച്ചവർ സ്നാനമേറ്റു. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ, അവിടെ എല്ലാം ഏകവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകവചനം. അപ്പോൾ വിശ്വസിക്കണം. ഈ 8-ാമത്തെ ദിവസം ഈ കുഞ്ഞ് എന്തോ അച്ഛാ വിശ്വസിക്കുന്നത്? നിങ്ങൾ ഈ വിശുദ്ധ പാരമ്പര്യമെന്നും കൂദാശകളെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചത് ഈ മനുഷ്യനെ പാപത്തിൻ്റെ കൊടും ചതിയിലേക്ക് നയിക്കുന്നതല്ലാതെ എന്തു പ്രയോജനമാണ് നിങ്ങൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഈ കളിപ്പീരൊക്കെ വിട്ടിട്ട് സത്യ ഉപദേശത്തിലേക്ക് മടങ്ങി വരണം. ഇപ്പോൾ ഞാൻ ഏകദേശം 10 കാര്യങ്ങൾ സ്നാനമാർക്ക് എന്നുള്ളതിനെക്കുറിച്ച് പറയുവാൻ അത് ഇടയായിത്തീർന്നു. ഇനിയും അടുത്തത് സ്നാനത്തിൻ്റെ രീതിയാണ്. സ്നാനത്തിൻ്റെ രീതി എന്ന് പറയുന്നത് അത് തളിപ്പീരല്ല, അത് കളിപ്പീരാണെന്ന് ഞാൻ മുമ്പ് ഓർപ്പിച്ചല്ലോ. വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെടണം. നമുക്ക് അത് അറിയുവാനായിട്ട് കഴിയുന്നത് ഈ ഒരാൾക്ക് കംപ്ലീറ്റ് മുങ്ങുവാനുള്ള വെള്ളമുള്ള സ്ഥലത്താണ് സ്നാനപ്പെടുത്തേണ്ടത്, അല്ലാതെ തളിക്കുന്ന പരിപാടിയല്ല. അത് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. 14 മുതലുള്ള വാക്യം. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനം ഏൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. അടുത്തത് യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. എന്നാറെ അവനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. വെള്ളത്തിൽ ഇറങ്ങാതെ പറ്റുമോ? ഇല്ലല്ലോ. വെള്ളത്തിൽ ഇറങ്ങിയായിരുന്നു സ്നാനം എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നു. 1935 മാണിക്കത്തനാരെന്ന് പറയുന്ന ആള് പുതിയ നിയമത്തിൻ്റെ കോപ്പി അത് ഉണ്ടാക്കുവാനിടയായിത്തീർന്നു. അദ്ദേഹത്തിൻ്റെ ഭാഷാന്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈശോ മശിഹ വെള്ളത്തിൽ നിന്ന് മുങ്ങിപ്പൊങ്ങി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മാമോദീസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി പൊങ്ങുന്ന ഒരു പരിപാടിയാണ്. അതെന്തിനാണ് അത് കുറിക്കുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് റോമാലേഖനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് അടുത്ത ഒരാൾ സ്നാനപ്പെട്ടത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഷണ്ണനാണ്. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 26 മുതൽ 40 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്ദക്ക എന്ന ഐത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽ വിചാരകനുമായ ഒരു ഐത്യോപ്യനെ കണ്ടു. അവൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്തു ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. തിരുവഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്. അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. രോമം കത്രിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഷണ്ണൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെ കുറിച്ച് പറയുന്നു? തന്നെ കുറിച്ചോ മറ്റൊരുത്തിനെ കുറിച്ചോ എന്ന് പറഞ്ഞു തരയണമെന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവർ ഇങ്ങനെ വഴി പോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അച്ഛൻ ശ്രദ്ധിക്കണം, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരു ഷണ്ണനാണ്. അദ്ദേഹത്തിൻ്റെ ആ തേരിൽ കൂജയ്ക്കകത്തോ മറ്റും വെള്ളം സംഭരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ തളിപ്പീരായിരുന്നെങ്കിൽ ഈ ഫിലിപ്പോസിന് ആ വെള്ളമെടുത്ത് തളിച്ചാൽ അവിടുത്തെ കാര്യം ഇന്നത്തെ രീതിയിലാണെങ്കിൽ കാര്യങ്ങൾ നടക്കുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഇദ്ദേഹത്തിന് വേറെ ഷണ്ണന് വേറെ ഡ്രസ്സുകൾ കണ്ടേക്കാം. പക്ഷേ ഈ പാപ ഉപദേശിക്ക്
ഈ ഫിലിപ്പോസിന് വേറെ ഡ്രസ്സുകളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അവരിരുവരും വെള്ളമുള്ളൊരു സ്ഥലത്തെത്തിയപ്പോൾ ഇതാ ഷണ്ണൻ പറയാണ്, ഇതാ വെള്ളം. വായിച്ചു. ഞാൻ സ്നാനം ഏൽക്കുന്നതിന് എന്ത് വിരോധമെന്ന് അത് ചോദിച്ചു. അടുത്തത്, അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. അടുത്തത്, യേശുക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് അവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. കാരണം നനഞ്ഞു കുളിച്ച് അതിലൂടെ പോകണ്ടേ, അതിന് പകരം എന്ത് ചെയ്യുന്നറിയോ? ആത്മാവ് അദ്ദേഹത്തെ എടുത്ത് അതേ സ്തോത്രം താൻ ആയിരിക്കുന്ന സ്ഥലത്തു കൊണ്ട് നിർത്തുവാനിടയായിത്തീരുന്നു. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. വിശുദ്ധ വേദപുസ്തകം തളിപ്പീരന് ഒരു സ്ഥാനവും കൊടുക്കുന്നില്ല. ഇതൊരു കളിപ്പീരാണ്. ഇതുകൊണ്ട് മാമോദിസ എന്ന് പറയുന്ന ഉമ്മാക്കി കാണിച്ച് പലരെയും ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മാമോദിസ പെടുത്തിയില്ല എങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ലെന്നൊക്കെ പറയുന്ന വിഡ്ഢിത്തരങ്ങൾ ഇങ്ങനെ പുരോഹിതന്മാരൊക്കെ പറയാറുണ്ട്. വേദപുസ്തകം പഠിപ്പിക്കുന്നു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയില്ല എങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ. ഈ കുഞ്ഞുങ്ങളിൽ നന്മയും തിന്മയും വേർതിരിക്കുവാൻ പറ്റാത്തിടത്തോളം കാലം അവരിൽ പാവമില്ല. വേദപുസ്തകം അതാണ് നമ്മളെ അത് ഉത്ബോധിപ്പിക്കുന്നത്. ഇനിയും ധാരാളം വെള്ളമുള്ള സ്ഥലത്ത് വേണം സ്നാനപ്പെടാൻ. ശ്രദ്ധിച്ച്, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 22-23 വാക്യങ്ങളിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്. അതിനുശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദിയാദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യോഹന്നാനും ശലേമിന് അരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. കാരണം എന്താ? അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. വളരെ വെള്ളമുള്ള സ്ഥലത്താണ് സ്നാനപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് ഈ തട്ടിപ്പെല്ലാം മാറ്റിയിട്ട്, ഈ കളിപ്പീരെല്ലാം മാറ്റിയിട്ട്, ഈ തളിക്കലെല്ലാം മാറ്റിയിട്ട് യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടവരെ എന്ത് ചെയ്യണം? സ്നാനപ്പെടുത്തണം. ഇനി ഏത് നാമത്തിലായി ഈ സ്നാനം നമ്മൾ വായിക്കുന്നു? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അന്ത്യകൽപ്പനയാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18 മുതലുള്ള വാക്യത്തിന്റെ അകത്ത് വായിക്കുന്നത്. യേശു അടുത്തിയെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ത് ചെയ്യണം? സ്നാനം കഴിപ്പിച്ചു. അപ്പം ഈ നാമത്തിലായിരിക്കണം സ്നാനം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. രക്ഷിക്കപ്പെട്ട ഒരുവൻ ലോകത്തിനും പാപത്തിനും മരിച്ച് മേലാൽ ദൈവത്തിനായി ഞാൻ ജീവിക്കും എന്ന പരസ്യമായി സാക്ഷിക്കുന്നതാണ് സ്നാനത്തിൽ അത് ചെയ്യുന്നത്. ദൈവവചനം ശിശുവിനെയോ മുതിർന്നവരെയോ സ്നാനപ്പെടുത്തുവാൻ എങ്ങും പറയുന്നില്ല. ക്രിസ്തീയ ജലസ്നാനം വ്യക്തിപരമായി ഏൽക്കുവാൻ അത് ആഹ്വാനം ചെയ്യുന്നു. അത് വിശ്വാസ സ്നാനമാണ്. ആയതുകൊണ്ട് ഇന്ന് ഈ രാത്രികാലം 1-ാമത്തെ കൂദാശയായിരിക്കുന്ന മാമോദീസ അത് തിരുവചന വെളിച്ചത്തിലുള്ള ഒരു കൂദാശയല്ല, തിരുവചനത്തിലുള്ളത് സ്നാനമാണ്. ആ സ്നാനം എങ്ങനെ കഴിക്കണമെന്ന് വളരെ വ്യക്തമായി ലഘുവായിട്ട് നിങ്ങളെ പഠിപ്പിച്ചിരിക്കുകയാൽ അതേ സ്തോത്രം. അതിലേക്ക് നമുക്ക് ആരെങ്കിലും സ്നാനപ്പെടുവാനുള്ളവരുണ്ടെങ്കിൽ അവർ സ്നാനപ്പെടണം. സ്നാനപ്പെട്ടവർ ഈ ഉപദേശങ്ങൾ നിശ്ചയമായിട്ടും നിങ്ങളുടെ ഹൃദയത്തിന് മാംസപ്പലയിൽ എഴുതണം. മറ്റുള്ളവരെ അത് പഠിപ്പിക്കണം. നമുക്ക് ദൈവസ്നാനത്തിൽ പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, കാലാകാലങ്ങളിലായി അതേ സ്തോത്രം കർത്താവിൻ്റെ സഭയെന്ന് പറഞ്ഞ് വ്യാജസഭയിൽ അനേക വ്യർത്ഥമായ പാരമ്പര്യങ്ങൾ അവർ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ മാർപ്പാപ്പമാർ തട്ടിക്കൂട്ടിയെടുത്ത് അതേ ഉപദേശങ്ങളാണല്ലോ കൂദാശകളെന്ന് പറഞ്ഞ് 7 കൂദാശകൾ 12-ാം നൂറ്റാണ്ടിൽ കൊണ്ടുവന്നത്. കർത്താവേ, അതിലെ ഓരോ കൂദാശകൾ ഞങ്ങൾ പഠിക്കുമ്പോൾ തിരുവചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് അവർ പഠിപ്പിക്കുന്നത്. ഈ ജനത്തിന് ഇതൊക്കെയും മനസ്സിലാക്കുവാൻ ആവശ്യമായ ദൈവകൃപ അവരുടെ മേൽ പകരണമേ. സ്വർഗീയ ജ്ഞാനം പകരണമേ. ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കിയിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ വാസ്തവമായും പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കുരുട്ട് കണ്ണുകളെ തുറന്ന്
സത്യം മനസ്സിലാക്കുവാൻ കൃപ കൊടുക്കണമേ കർത്താവേ. അതിനായി ദൈവിക പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന, ഇത് കാണുന്ന പ്രിയപ്പെട്ടവരിൽ ചലനങ്ങൾ ഉണ്ടാകണമേ. കർത്താവിന് കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വിശേഷാൽ ഇപ്രകാരം ഈ ലൈവ് പ്രോഗ്രാം നടത്തുവാൻ ഷാജി ബ്രദറിനെയും തൻ്റെ കുടുംബത്തെയും കർത്താവ് ഒരുക്കുന്നതിനായി സ്തോത്രം. സാംസ് ടിവിയെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ധന്യമായവരെല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനകരനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. അടുത്ത